വാവിട്ട വാക്കും കൈവിട്ട തോക്കും എന്ന ഒരു പ്രയോഗം നമുക്കറിയാം. കൈവിട്ട അമ്പ് തിരികെ വരികയില്ല എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കടലിലേക്ക് ഒരു കല്ലിട്ടാൽ ആ കല്ല് ആഴത്തിലേക്ക് പോകും, അത് തിരിച്ചെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ വാക്കുകളെ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. മുറിവുകൾ ചിലത് കണ്ണുകളെ കൊണ്ട് കാണാൻ ആവില്ല. മനുഷ്യന് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് നാവിനെയും സംസാരശേഷിയെയും ഒക്കെ നാം മനസ്സിലാക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ വലിയൊരു ആയുധം കൂടിയാണ് നാവ് എന്നുള്ളത്. വാക്കുകൾ എന്നുള്ളത് ശബ്ദം മാത്രമല്ല, അത് ഹൃദയത്തിൽ നിലകൊള്ളുന്ന ഒരുതരം അടയാളമായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാം. നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാവുകൾ അസ്ത്രങ്ങളാകുന്നുണ്ടോ എന്നുള്ളത് നാം ഒരു വേള ആലോചിക്കേണ്ടതാണ്. ജ്ഞാനികൾ പലരും സംസാരിക്കുന്നതിന് മുന്നേ ആലോചിച്ചിരുന്നു എന്നാണ്. അവർ സംസാരിക്കുന്നതിന് മുമ്പേ ഇത് ആവശ്യമാണോ എന്ന് ആലോചിച്ചിരുന്നു എന്നാണ്. എൻ്റെ വാക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുമോ എന്നവർ ചിന്തിച്ചിരുന്നു എന്നാണ്. നിശബ്ദത എന്നുള്ളത് നമ്മുടെ ദൗർബല്യമായി കണക്കാക്കേണ്ടതില്ല. സംസാരം കുറച്ചാൽ പാപങ്ങൾ കുറക്കാം എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ ഒരു വാചകം നാം ഇവിടെ സ്മരിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത്, നിശബ്ദനായതിന്റെ പേരിൽ ഒരിക്കൽ പോലും എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, എന്നാൽ സംസാരിച്ചതിന്റെ പേരിൽ പലപ്പോഴും ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. ഇത് വെറും വാചകമായി നാം കാണേണ്ടതില്ല. ഒരാളുടെ ഹൃദയത്തിലേക്ക് നാം കയറി ചെല്ലുമ്പോൾ അത് അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആവുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാവേണ്ടതുണ്ട്. വാക്കുകളെ കൊണ്ട് ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും പറ്റും, ബന്ധങ്ങളെ തകർക്കുവാനും പറ്റും. അടികൊണ്ടുള്ള വേദന വേഗം മറന്നുപോകും, നാവുകൊണ്ടുള്ള മുറിവ് അതൊരിക്കലും ഉണക്കാനും കഴിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. വാക്കിനെ നിയന്ത്രിക്കുവാനുള്ള പക്വതയില്ലായ്മയാണ് വിവരമുള്ള പല ആളുകളെയും ആഴത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരുന്നത് എന്നുള്ളത് നാം ഇവിടെ ഒരു തവണ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില മുറിവുകൾ കണ്ണുകൊണ്ട് കാണാനാവില്ല, പക്ഷേ അത് ജീവിതം മുഴുവൻ മറക്കാനാവാത്ത മുറിവായി മറ്റുള്ളവരെ ഏൽപ്പിച്ചേക്കാം എന്നുള്ളത് കൂടി നാം ഓർക്കുക. ആ രൂപത്തിൽ വാക്കുകൾ ശബ്ദമല്ല, അത് മറ്റൊരാളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വലിയൊരു ആയുധമാണ് എന്ന് നാം ഓർമ്മിക്കുക. നമ്മുടെ നാവിനെ മുറിവേൽപ്പിക്കരുത്. എല്ലാ മറുപടിയും പറയേണ്ടതില്ല, എല്ലാവരോടും പ്രതികരിക്കേണ്ടതില്ല. മറുപടി തന്നെ വാക്കിലൂടെ ആയിക്കൊള്ളണമെന്നില്ല. ക്ഷമയിലൂടെയാവാം, പുഞ്ചിരിയിലൂടെയാവാം, മൗനത്തിലൂടെയാവാം. മറുപടികൾ വ്യത്യസ്തമാണ്. എല്ലാവരോടും എല്ലാത്തിനും പ്രതികരിക്കണം എന്നുള്ള മൗഢ്യമായ ചിന്തകൾ നാം ഒഴിവാക്കുക. പക്വമായി നാം മറ്റുള്ളവരോട് ഇടപെടാൻ തയ്യാറാവുക. ആ രൂപത്തിൽ ഇടപെടാൻ കഴിഞ്ഞാൽ നാം രാജകീയമായി വിജയിക്കും. രാജകീയമായ വിജയം നമുക്ക് പ്രദാനം ചെയ്യാം. വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.